നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നവരോട് ദൈവം മുമ്പാകെ ചെന്നിട്ട് നാം പറയുകയാണ്, ദൈവമേ, ഞാൻ സുല്ലിട്ടു, എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. നാം പ്രവർത്തിക്കുമ്പോൾ, നാം ശ്രമിക്കുമ്പോൾ, നമ്മെക്കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെന്ന് വിചാരിച്ച് നാം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. നാം ബലഹീനരാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ ആ ബലഹീനതയിൽ വ്യാപരിക്കുകയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. സാധാരണയായിട്ട് ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവം എന്താ എന്നെ രക്ഷിക്കാത്തത്? എനിക്കെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്നെ എപ്പോഴാണ് ദൈവം രക്ഷിക്കുന്നത്? എൻ്റെ നല്ല കാലം എപ്പോഴാണ് വരുന്നത്? ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടും ദൈവം എന്താ എൻ്റെ അവസ്ഥ കാണാത്ത, എന്നെ കരുതാത്തത് എന്താണെന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ആളുകളെ പറ്റി നാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം, അങ്ങനെയുള്ള ആളുകൾ നമ്മോട് സംസാരിച്ചിട്ടുണ്ടാകാം. എന്നോട് ഒരുപാട് ആളുകൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് ഒരു കഥ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒരിക്കലൊരു മാതാവും ആ മാതാവിൻ്റെ മകനും കൂടി ഒരു വഴി അരികത്തുകൂടെ നടന്നു പോവുകയായിരുന്നു. അവർ പോകുന്ന വഴിക്ക് സമീപത്തായിട്ട് ഒരു കുളമുണ്ടായിരുന്നു. വളരെ മഴയുള്ള ഒരു ദിവസം ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ അബദ്ധവശാൽ ഈ മകൻ്റെ കാൽ വഴുതി ഈ കുളത്തിലേക്ക് ചാടി. ഈ അമ്മയ്ക്ക് വളരെ സങ്കടമായി. അമ്മയ്ക്ക് നീന്തൽ അറിഞ്ഞുകൂടാ, മകനും നീന്തൽ അറിഞ്ഞുകൂടാ. അമ്മ വളരെ അത്യുച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി, എൻ്റെ മകനെ രക്ഷിക്കണമേ, നാട്ടുകാരെ ഓടിവാ, എൻ്റെ മകനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഈ മാതാവ് വളരെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. മകനാണെങ്കിൽ സർവ്വശക്തിയുമെടുത്ത് താൻ കൈയും കാലും ഇട്ടടിക്കുന്നു. താൻ വളരെ ശക്തിയൊക്കെ ക്ഷയിച്ച് ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിൽ ആ കുളത്തിൽ കിടന്ന് നീന്താൻ ശ്രമിക്കുകയാണ്. ആ അവസ്ഥ കണ്ട്, ആ അവസ്ഥ കേട്ട് ഒരു വ്യക്തി, നാട്ടുകാരനായ ഒരു വ്യക്തി ഓടി വന്നു. ആ വ്യക്തി വന്നതിന് ശേഷം ഈ മകൻ ഇങ്ങനെ കിടന്ന് തല്ലിപ്പിടയ്ക്കുന്നതും അമ്മയുടെ കരച്ചിലും ഒക്കെ കേട്ട് ഈ കുളത്തിൻ്റെ കരയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ വ്യക്തിയോട് ഈ മാതാവ് പറയുന്നുണ്ട്, ദയവേത് എൻ്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്ത്, ആ കുളത്തിലേക്ക് ചാടി എൻ്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്ത്, എനിക്കൊരു മകനേ ഉള്ളൂ. എന്നാൽ ഈ വ്യക്തി അതിന് ശ്രമിക്കുന്നില്ല. അപ്പോൾ ഈ മാതാവ് ഓർത്തു, ഈ മനുഷ്യന് നീന്തൽ അറിഞ്ഞുകൂടായിരിക്കും. അതിനുശേഷം ഈ മാതാവ് വീണ്ടും അനേക ആളുകളെ വിളിച്ചു കൂട്ടാൻ വേണ്ടി ഒരുപാട് കരഞ്ഞു. ആരും തന്നെ വന്നില്ല. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ മകൻ്റെ ശക്തി മുഴുവൻ ക്ഷയിച്ചു. ഏകദേശം ഒരു അബോധാവസ്ഥയിൽ, തനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ, തൻ്റെ കൈകാലുകൾ ചലനമറ്റ അവസ്ഥയിൽ ആ വെള്ളത്തിൻ്റെ അഗാധതയിലേക്ക് താഴേക്ക് ആ മകൻ വീഴുന്ന ഒരവസ്ഥ വന്നു. ആ സമയത്ത് ഈ കുളക്കരയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കടന്നു വന്ന വ്യക്തി ഉടനെ തന്നെ ആ കുളത്തിലേക്ക് എടുത്ത് ചാടി. അതിനുശേഷം നിഷ്പ്രയാസം ആ മകനെ എടുത്ത് കുളത്തിൽ നിന്ന് കയറ്റി പ്രാഥമിക ശുശ്രൂഷയൊക്കെ നടത്തി ആ പൈതലിനെ രക്ഷിക്കാനായിട്ടിടയായി തീർന്നു. ഇതിനെല്ലാം ശേഷം ഈ മാതാവ് ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ നീന്തൽ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും നേരം ഇവിടെ കിടന്ന് കരഞ്ഞു, എൻ്റെ കുഞ്ഞ് ഈ കുളത്തിൽ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചപ്പോൾ നിങ്ങളെന്തിനു നോക്കിയിരുന്നേ? അല്പം കൂടി നേരത്തെ രക്ഷിക്കാൻ പാടില്ലായിരുന്നു? നിങ്ങൾ അല്പം കൂടി നേരം വെയിറ്റ് ചെയ്ത് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ എന്തുകൊണ്ടാണ് രക്ഷിക്കാതിരുന്നത് എന്ന് ഈ മാതാവ് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ ഈ മാതാവിനോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഞാൻ ആദ്യം എടുത്ത് ചാടിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ മകൻ ആ കൈകാലുകളിട്ട് അടിച്ച് തൻ്റെ ശക്തി മുഴുവനും പ്രയോഗിച്ച് തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന വേളയിൽ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല അവനെ. ഞാനും ഒരുപക്ഷെ ആ വെള്ളത്തിൽ മുങ്ങിത്താഴും. എനിക്കവനെ നിഷ്പ്രയാസം രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ മകൻ്റെ ശക്തി മുഴുവനും ക്ഷയിക്കുന്നൊരു സമയമുണ്ട്. ചലനമറ്റ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് സമ്മതിച്ച് മരണത്തിന് കീഴടങ്ങി വെള്ളത്തിൻ്റെ അഗാധതയിലേക്ക് വീഴുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ എടുത്തു ചാടുമ്പോൾ എനിക്ക് നിഷ്പ്രയാസം ഈ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നവരോട് ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്,
ഇതുവരെ നിങ്ങൾ സമ്പൂർണ്ണ പരാജയം സമ്മതിച്ചിട്ടില്ല. ദൈവമുമ്പാകെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ ദൈവമുമ്പാകെ ചെന്നിട്ട് നാം പറയുകയാണ്, ദൈവമേ ഞാൻ സുല്ലിട്ടു, എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. സ്വയ പരിശ്രമത്താൽ, ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, പരിശ്രമത്തിനാലേ ഒന്നും എന്നാൽ കഴിയുകയില്ല നാഥ. നമ്മുടെ ജീവിതത്തിൽ പരിശ്രമം കൊണ്ടൊന്നും സാധിക്കയില്ലെന്ന് പറഞ്ഞ് നമ്മെ തന്നെ അടിയറവ് വെച്ച് ദൈവമുമ്പാകെ നെടുമ്പാടെ വീണിട്ട് പറയാം, ദൈവമേ എനിക്ക് അവിടുത്തെ കൃപ വേണം, എന്നെ അവിടുന്ന് രക്ഷിക്കണം, എന്നെ അവിടുന്ന് സഹായിക്കണം, എനിക്കിനി സാധിക്കുകയില്ല, എന്നെ കൈവിടരുത്. ഈ ഒരവസ്ഥയിൽ നാം ദൈവമുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി വിനയപ്പെടുത്തി ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നാം പ്രവർത്തിക്കുമ്പോൾ, നാം ശ്രമിക്കുമ്പോൾ, നമ്മെക്കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെന്ന് വിചാരിച്ച് നാം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് നാം അശക്തരാകുമ്പോഴാണ്, നാം ബലഹീനരാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ ആ ബലഹീനതയിൽ വ്യാപരിക്കുകയുള്ളൂ. നമ്മുടെ ബലഹീനത ദൈവമുമ്പാകെ സമ്മതിച്ച് ദൈവമുമ്പാകെ വിനയപ്പെടുവാൻ, ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.